ബഹ്റൈനിലും ബലിപെരുന്നാൾ ദിനം പ്രവാസികൾ സമുചിതം ആചരിച്ചു. മലയാളി കൂട്ടായ്മകൾ സംഘടിപ്പിച്ച ഈദ്ഗാഹുകൾ സൗഹൃദത്തിന്റെയും സ്നേഹം പങ്കുവയ്ക്കലിന്റെയും വേദി കൂടിയായി മാറി. സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്യുന്ന പെരുന്നാൾ ദിനത്തിൽ ഈദിന്റെ സ്നേഹവും സൗഹൃദവും പങ്കുവച്ചാണ് ബഹ്റൈനിലെ മലയാളികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത്. മലയാളി കൂട്ടായ്മകൾ സംഘടിപ്പിച്ച ഈദ്ഗാഹുകൾ തക്ബീർ ധ്വനികളാലും പ്രാർത്ഥനകളാലും അതിരാവിലെ മുതൽ തന്നെ ഭക്തിസാന്ദ്രമായിരുന്നു. ബഹ്റൈൻ സമയം രാവിലെ 5:05 സുന്നി ഔഖാഫിന്റെ അംഗീകാരത്തോടെ സംഘടിപ്പിച്ച ഈദ്ഗാഹുകളിലെ പെരുന്നാൾ നമസ്കാരങ്ങൾ. പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ പുതുവസ്ത്രങ്ങളണിഞ്ഞ് കുടുംബങ്ങളോടൊപ്പം ഈദ്ഗാഹുകളിൽ എത്തിച്ചേർന്നു. സുന്നി ഔഖാഫിന്റെ അംഗീകാരത്തോടെ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിലെ പ്രാർത്ഥനയ്ക്ക് യൂനുസ് സലീം നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പരസ്പര സ്നേഹത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൈമോശം വന്നുപോയ സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, മതസാഹോദര്യത്തിൻ്റെയൊക്കെ പുതിയ അധ്യായങ്ങൾ നമ്മൾ തിരിച്ചുപിടിക്കും, നാടിനെ വീണ്ടെടുക്കും. അതിന് പ്രതീക്ഷ നൽകുന്ന ചില വർത്തമാനങ്ങളുമായിട്ട് കൂടിയാണ് ഈ പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. നാട്ടിലുണ്ടായ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ആ അർത്ഥത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. മനാമ മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിൽ അൽഫുർഖാൻ സെന്റർ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് മൂസ സുല്ലമിയും, റിഫയിൽ ഷെഹ ഹെസ്സ സെന്റർ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് ഷെഹ ഹെസ്സ സെന്റർ മലയാളം ഡിവിഷൻ കോർഡിനേറ്റർ സൈഫുള്ള ഖാസിമും നേതൃത്വം നൽകി. അൽമന്നായി കമ്മ്യൂണിറ്റി അവയർനെസ് സെന്റർ മലയാള വിഭാഗം ഹൂറ ഉമ്മോയ്മൻ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ സമീർ ഫാറൂഖി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഉമ്മുൽ ഹസം സ്പോർട്സ് ക്ലബ്ബ് ഗ്രൗണ്ടിൽ നടന്ന പ്രാർത്ഥനകൾക്ക് CT യഹിയയും, ഹിദ് ഇന്റർമീഡിയറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ഈദ് നമസ്കാരത്തിന് അബ്ദുൽ ലത്തീഫ് അഹമ്മദും നേതൃത്വം നൽകി. കെട്ടിപ്പിടിച്ചും കുശലം പറഞ്ഞും പ്രവാസികൾ പെരുന്നാളിന്റെ സന്തോഷം പങ്കിട്ടെടുത്തു. പ്രവാസി കുടുംബങ്ങളുടെ ഒത്തുചേരലിന്റെയും സ്നേഹാന്വേഷണങ്ങളുടെയും വേദി കൂടിയായി മാറി ഈദ്ഗാഹുകൾ. എല്ലാവർക്കും ഈദ് മുബാറക്. ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹാണ് വളരെ പ്രാധാന്യമർഹിക്കുന്നത്. കാരണം ഒരുവിധം ബഹ്റൈനിലെ മലയാളികൾ മുഴുവൻ സമ്മേളിക്കുന്ന ഒരു പ്രദേശമാണിത്. എല്ലാ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തകരും ഇവിടെ സമ്മേളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിൽ പങ്കെടുത്താലാണ് ഒരു ഈദാഘോഷം പൂർണ്ണമാകുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത് ബഹ്റൈനിൽ നടന്ന തീപിടുത്തത്തെക്കുറിച്ചാണ്. കുവൈറ്റിലും ഒരുപാട് മലയാളികളടക്കമുള്ളവർ മരണമടഞ്ഞു. അവർക്കെല്ലാം തന്നെ നമ്മളിപ്പോൾ ഓർക്കുകയാണ്, അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ബഹ്റൈനിലെ തീപിടുത്തത്തിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ പ്രവർത്തകരുടെ വലിയൊരു സംഗമം തന്നെ KCTയിൽ നടക്കുകയുണ്ടായി. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ആഘോഷങ്ങൾക്കിടയിൽ ആ ഒരു ഓർമ്മ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഇന്നിപ്പം അദ്രൈമാൻക പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ നമുക്ക് സാമൂഹ്യ പ്രവർത്തകരെയും അതുപോലെ സാംസ്കാരിക നായകരെയും ഈദ് ആഘോഷിക്കുന്ന മുഴുവൻ ആളുകളെയും കാണാൻ സാധിക്കുന്നുണ്ട്. ബഹ്റൈനിലെ പൊതുസമൂഹത്തിലെ എല്ലാവർക്കും തന്നെ ഈദ് ആശംസകൾ, ഈദ് മുബാറക്ക് നേരുകയാണ്. ഈ കുവൈത്തിലെ അഗ്നിബാധയെ തുടർന്നുള്ള ദാരുണ സംഭവങ്ങളും ബഹ്റൈനിലെ തീപിടുത്തവും ഒക്കെ ആഘോഷങ്ങളുടെ പകിട്ട് കുറയ്ക്കുകയും മാനസികമായിട്ട് എല്ലാവരും ഒരു പ്രയാസത്തിലുമാണ്. എങ്കിൽ കൂടി എല്ലാവരും ഈ ഒരു ഈദ്ഗാഹിൽ വന്ന് കൂടി യോജിക്കുന്ന ഒരു സാഹചര്യം, ഇവിടെ സംഗമിക്കുന്ന ഒരു സാഹചര്യം. ഇന്നത്തെ ഖുതുബയിൽ പ്രത്യേകം അഗ്നിബാധയിലൊക്കെ ദാരുണാന്ത്യം സംഭവിച്ച ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന നടന്നത് തന്നെ ഈദിൻ്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്നുള്ളത് വളരെയധികം ഞങ്ങൾക്കൊക്കെ മാനസികമായിട്ട് ഒരല്പം ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ്. വളരെ സന്തോഷത്തിലാണ്. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിലാണ് ഞങ്ങളുള്ളത്. ബഹ്റൈനിൽ നിന്നും ആബാലവൃദ്ധം ജനങ്ങൾ ഈദാഘോഷിക്കാനായി, സന്തോഷം പങ്കിടാനായി, പരസ്പരം സ്നേഹം ഷെയർ ചെയ്യാനായി ഈദ്ഗാഹിൽ ഒത്തുചേരുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. പ്രവാസികൾക്ക് നാടിൻ്റെ ആ നൊസ്റ്റാൾജിയ പങ്കുവെക്കാൻ പറ്റുന്ന, ഈദിൻ്റെ ഓരോ സന്ദേശങ്ങൾ കൈമാറാൻ പറ്റുന്ന ഒരിടമാണ് ഇന്ത്യൻ സ്കൂളിലെ ഈദ്ഗാഹ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഒത്തുകൂടുന്നതും. എല്ലാവർക്കും ഈദ് മുബാറക്. നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രയാസത്തിൻ്റെ നടക്കാണ് നമ്മളുള്ളത്. എന്നിരുന്നാലും ഇവിടെ ഈദ്ഗാഹ് പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ മലയാളികളെയും, അതിലുപരി ബഹ്റൈനിലെ മുഖ്യധാര സാമൂഹ്യ സാംസ്കാരിക മതരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും കാണുവാൻ സാധിച്ചു. ബഹ്റൈനിലെ മലയാളികളുടെ ഒരു ഈദാഘോഷമാണ് ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ നടക്കുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കുവൈത്തിലെയും ബഹ്റൈനിലെയും ദാരുണമായ സംഭവങ്ങൾക്കിടയിലാണ്, ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആ
കുവൈത്തിലെ അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതുപോലെ മനാമയിലെ തീപിടുത്തത്തിൽ നഷ്ടം സംഭവിച്ച സഹോദരങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. നമ്മളെ യൂത്ത് ഇന്ത്യ ബഹ്റൈൻ്റെ എല്ലാവരും ഫലസ്തീനിൻ്റെ ഐക്യദിനം ആചരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ കഫി അണിഞ്ഞുകൊണ്ട് ഈ പെരുന്നാൾ ദിനം ആഘോഷിക്കുന്നത്. ഫലസ്തീൻ ജനത ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ചുമൊക്കെ നമ്മളൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ അനുബന്ധിച്ചുകൊണ്ട് യൂത്ത് ഇന്ത്യ ബഹ്റൈൻ അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഈ ഈദ് ദിനത്തിൽ ഒത്തുചേരുമ്പോൾ തീർച്ചയായിട്ടും ബഹ്റൈൻ മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് ഈ ഈദ്ഗാഹിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈദിൻ്റെ ഈ പ്രത്യേക പ്രാർത്ഥന സമ്മേളനത്തിൽ ബഹ്റൈനിലെ എല്ലാ മലയാളി പ്രതിനിധികളെയും എല്ലാ സംഘടനാ പ്രതിനിധികളെയും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നത് തീർച്ചയായും ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു അനുഭൂതിയാണ് നമുക്കൊക്കെ സമ്മാനിക്കുന്നത്. നാട്ടിലെ പോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ നാട്ടിലെ പള്ളികളിലും ഈദ്ഗാഹിലും പങ്കെടുക്കുന്ന പോലെ എല്ലാ മലയാളികളെയും മുഖ്യധാര സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഈ ഒരു സാഹചര്യം സന്തോഷത്തിൻ്റേതാണ്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാനും നമ്മൾ ഈ സമയം അവരെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കണമെന്ന്. ഇന്നത്തെ ഈദ് പെരുന്നാളിൻ്റെ ഒരു ശോഭ കെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മനാമ സൂക്കിലുണ്ടായ തീപിടുത്തം തന്നെയാണ്. ഈസാ ടൗണിലെ ഈ ഇന്ത്യൻ സ്കൂളിൽ നടക്കുന്ന ഈദ് സംഗമത്തിൽ ബഹ്റൈനിലെ സാംസ്കാരിക സംഘടനകളുടെ വിവിധങ്ങളായ പ്രാദേശിക സംഘടനകളുടെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ വന്നെത്താറുണ്ട്. അവരെല്ലാം കാണാൻ സാധിക്കുന്നത് തന്നെ വലിയ ഒരു സന്തോഷം നേരുന്നതാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും പ്രവാസികളായ ഞങ്ങൾ ഈദ് വളരെ ഭംഗിയായി ആഘോഷിക്കുന്നു. ഇവിടെ നാട്ടിലെ പോലെ തന്നെ വളരെ സന്തോഷമായി ഞങ്ങൾ ഈദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിലും പ്രവാസികൾ പെരുന്നാൾ സമുചിതം ആഘോഷിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിൽ നിന്നും സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.